ഹായ് ഓൾ, ഞാൻ Athulya രവീന്ദ്രൻ ആൻഡ് വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. അപ്പം ഇന്ന് ഇൻഡോറിൽ ചെടികൾ വയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും എല്ലാവരും. അപ്പം നമ്മുടെ ടേബിൾ സ്പേസിലായാലും ഇപ്പം നമ്മുടെ വർക്കിംഗ് സ്പേസിലായാലൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞു ചെടി കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു പോസിറ്റിവിറ്റി വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്ന, അതായത് എൻ്റെ വർക്കിംഗ് സ്പേസിലൊക്കെ ഞാൻ വെച്ചിട്ടുള്ള എൻ്റെ കയ്യിലുള്ള കുറച്ച് കുഞ്ഞു ചെടികളുടെ കളക്ഷൻ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാക്ടസ് ഈ ക്യൂട്ടായിട്ടുള്ളൊരു കാക്ടസ് ആണ്. അപ്പോൾ കാക്ടസുകൾക്ക് പൊതുവേ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് വേണം. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു ടേബിൾ ഇരിക്കുന്നത് ഒരു ജനലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ കുറച്ചൊരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ കാക്ടസുകൾ. വളരെ ക്യൂട്ടായിട്ടുള്ളതാണ്. പിന്നെ ഈ കാക്ടസ് വെക്കുന്നതിന് വേറൊരു ഗുണം കൂടി ഉണ്ട്. കാരണം ഇതിന് വെള്ളം ഒഴിക്കണം. ഏകദേശം ഒരാഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താലായിട്ട് മതിയാവും. വെള്ളം ഒഴിച്ച് കൊടുത്താലാണ് ഈ കാക്ടസുകൾ പെട്ടെന്ന് നശിച്ചു പോവുക. അപ്പം ഈ ഒരു കാക്ടസ് നല്ല ഭംഗിയുള്ളൊരു കാക്ടസാണ്. ഒരു ഗ്ലോബ് ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് തന്നെ. അപ്പം ഇത് എച്ചിനോപ്സിസ് എന്ന വിഭാഗത്തിൽ പെടുന്നൊരു കാക്ടസാണ്. ഇതിൻ്റെ ഫുൾ നെയിം ഞാൻ താഴെ എഴുതി കാണിക്കാം. പിന്നെ ഇതിന് ഈസ്റ്റർ ലില്ലി കാക്ടസും കൂടി ഒരു പേരുണ്ട്. അപ്പം ഈസ്റ്റർ ലില്ലി എന്ന് പേര് വരാൻ കാരണം ഇതിന് ഫ്ലവർ ഉണ്ടായിരിക്കും. ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലില്ലിപ്പൂവിൻ്റെ പോലത്തെ ഫ്ലവറാണ്. ഒരു സമ്മർ സീസണിലാണ് ഇത് ഫ്ലവർ ചെയ്യുക. നല്ല വലിയ പൂക്കൾ ഈ ഒരു കാക്ടസിലുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് ഈസ്റ്റർ ലില്ലി കാക്ടസ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള നല്ലൊരു ടൈനി ക്യൂട്ട് പ്ലാന്റ് ആണ് ഈ ഹാവോർത്തിയ. അപ്പോൾ ഹാവോർത്തിയ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും വാങ്ങുന്നൊരു പ്ലാന്റ് ആണ്. ഇതൊരു സക്യുലൻ്റ് ആണ്. അപ്പോൾ ഈ ഹാവോർത്തിയയിൽ തന്നെ ഒരു സീബ്ര പോലത്തെ ഡിസൈൻസ് വരുന്ന തരം ഹാവോർത്തിയാസ് ഉണ്ട്. അപ്പം ആ ഒരു ഇത് എൻ്റെ ഇല്ല. ഇതൊരു ഗ്രീൻ കളറിലുള്ള ഹാവോർത്തിയാണ്. അതായത് അധികം വെരിഗേഷൻസ് ഒന്നും ഈ പ്ലാന്റിനില്ല. അപ്പോൾ ഇതൊരു സക്യുലൻ്റ് ആണ്. സക്യുലൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാട്ടറിങ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണത് എന്താ പറയുക, വളരെയധികം നമ്മൾ കുറയ്ക്കണം. ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഈ ചട്ടി ഒരു പ്ലേറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലൊന്ന് ജസ്റ്റ് മുക്കി വെച്ചാലായിട്ട് മതിയാവും. പിന്നെ ഈ ഹാവോർത്തിയാസും ഒരു ചെറിയ രീതിയിലൊരു സൺലൈറ്റ് വേണ്ട പ്ലാന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ചൊരു ജനലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ ഹാവോർത്തിയാസിനെ വെക്കാം. അപ്പം അങ്ങനെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു നല്ല സക്യുലൻ്റാണ് ഈ ഹാവോർത്തിയ. അപ്പം ഇത് എൻ്റെ കയ്യിലുള്ള വേറൊരു കാക്ടസ് ആണ്. ഇതിൻ്റെ പേര് സ്റ്റാപ്പീലിയ കാക്ടസ് ആണ്. ഇതിന് സ്റ്റാർ ഫിഷ് കാക്ടസ് എന്നും കൂടി പേരുണ്ട്. കാരണം ഇത് ഫ്ലവർ ചെയ്യും. ഇത് ഫ്ലവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവേഴ്സിന് ഒരു സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫിഷ് കാക്ടി എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഫ്ലവറിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇതിൻ്റെ ഒരു ബട്ടൻ്റെ ഷേപ്പിൽ ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ വരും. അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ബട്ടൺ കാക്ടസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് തന്നത് ഇതിൻ്റെ പേര്. പക്ഷേ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ബട്ടൺ കാക്ടസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമുണ്ട്. ഇതിൻ്റെ പേര് ശരിക്കും സ്റ്റാപ്പീലിയ കാക്ടസ് എന്നാണ്. ഇതും നല്ല ഫ്ലവർ കാണാനായിട്ട് നല്ലൊരു പ്രത്യേകതയുള്ള ഫ്ലവേഴ്സാണ്. ഉള്ളിലൊരു ബട്ടൻ്റെ പോലെയൊക്കെ വരുന്ന ഫ്ലവേഴ്സാണ്. അപ്പം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിപ്പോൾ ആ ചട്ടിയിൽ ഒരുപാട് വളർന്നു വന്നു. അപ്പോൾ ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റെമ്മാണ്. ഇതുപോലെ നമുക്ക് ഓരോ സ്റ്റെമ്മുകൾ ഇതുപോലെ വിടിയിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇവിടുത്തെ പശയൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ മണ്ണിലൊക്കെ വെച്ചിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ പിടിച്ച് കിട്ടുന്നൊരു തരം കാക്ടസാണ് ഈ ഒരു കാക്ടസ്. പിന്നെ നമ്മുടെ അടുത്ത പ്ലാന്റ് ഈ ഒരു കാക്ടസ് ആണ്. ഈ കാക്ടസിൻ്റെ എക്സാക്റ്റ് നെയിം എനിക്കറിയില്ല. എന്നാലും നല്ല ഭംഗിയിൽ തുറ്റായിട്ട് വളരുന്ന ഒരു കാക്ടസ് ആണ് ഇത്. ഇതുമ്പോൾ നല്ല ഒരു വെള്ള ഡോട്ട് പോലെയാണ് ഇതിൻ്റെ ഈ അരികുകളിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രസമാണ്. അപ്പം ഇത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ടേബിൾ ടോപ്പിലും ഒക്കെ വളർത്തി കുഞ്ഞു ചെടികളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ പോട്ട് ഞാൻ അടുത്തിടെ വാങ്ങിയതാണ്. ഞാനൊരു നഴ്സറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് പേര് ചോദിച്ചായിരുന്നു പ്ലാന്റ് ഒന്നും വാങ്ങിയില്ലേ എന്നുള്ളത്. അപ്പം ഈ പ്ലാന്റ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഈ പോട്ടിന് ഏകദേശം ഇത് പ്ലാസ്റ്റിക്കാണ്. ഒരു സെറാമിക്കിൻ്റെ ലുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് പ്ലാസ്റ്റിക്കാണ്. ഇതിന് ഏകദേശം ഒരു 75 റുപ്പീസായിരുന്നു ഈ പോട്ടിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇങ്ങനെ തുറ്റായിട്ട് വളരാനുള്ളൊരു കാര്യം എന്ന് പറയണത്, ഇവിടെ കണ്ടോ, ഇത് വളരുമ്പോൾ ഇതിൻ്റെ എഡ്ജിൽ അവരൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ എഡ്ജ് കട്ട് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റുമായിട്ട് പുതിയ അളപ്പുകൾ വരും.
അങ്ങനെ ഈ ഒരു ഇവിടുത്തെ സ്റ്റെം എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റെം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എഡ്ജസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതിങ്ങനെ തുറ്റായിട്ട് വളരുന്നത്. ഇത് ഇവിടെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാക്ടസ് വളർത്തുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഹൈറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ചുറ്റിനും ചെറിയ ചെറിയ ഇളപ്പുകൾ വന്നിട്ട് ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ആണ്. നമ്മുടെ മാർക്കറ്റിൽ പലതരം കളേഴ്സിൽ ഈ ക്രിപ്റ്റാന്തസുകൾ വരുന്നുണ്ട്. ഡാർക്ക് റോസ്, ലൈറ്റ് പിങ്ക്, റെഡ്, ഗ്രീൻ, അങ്ങനെ ഒരുപാട് കളേഴ്സ് ഞാനൊരു നഴ്സറി പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പം ഇത് എൻ്റെ ഒരു 4-5 മാസമായിട്ടുള്ള ക്രിപ്റ്റാന്തസ് ആണ്. ഇത് ആക്ച്വലി ഒരു ലൈറ്റ് പിങ്ക് ഉള്ള ക്രിപ്റ്റാന്തസ് ആണ്. അപ്പോൾ ഞാനിത് തീരെ ലൈറ്റ് ഇല്ലാത്ത വളരെ ലോ ലൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ ഇൻഡോറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിങ്ക് വെരിഗേഷൻസ് ഒക്കെ ഇതിന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈറ്റ് വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും നമ്മൾ ഈ ചെടീനെ ഒന്ന് പുറത്ത് വയ്ക്കണം. എന്നാലാണ് അതിൻ്റെ കളേഴ്സ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഇതിൻ്റെ പിങ്കൊക്കെ മാറി ഇപ്പോൾ ചെറിയൊരു ലൈറ്റിഷ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ ലീവ്സിന് ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ ഇത് നല്ല പിങ്ക് കളറിൽ നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പം ഈ ക്രിപ്റ്റാന്തസുകളായാലും നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പിലോ ഒക്കെ വെക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പം ഇൻഡോറിൽ അങ്ങനെ ലോ ലൈറ്റിലാണ് വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ഫെയ്ഡ് ആവുന്നുള്ളൂ. പക്ഷെ നല്ല ഭംഗിയിൽ ലോ ലൈറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് ഈ ക്രിപ്റ്റാന്തസുകൾ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുഞ്ഞൻ ചെടികൾ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.